ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ കല്യാണിയോട് ആ വാക്കെല്ലാം കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദയായിരിക്കുന്നു കാർത്തികയുടെ അമ്മയും കൂടി. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അറിയാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് ഇവരെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ഇവർ സരിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എണീറ്റ് നിൽക്കുകയാണ്. കല്യാണിയെ കണ്ടോ, കല്യാണിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണിയെ കണ്ടു, എന്നോട് കല്യാണി കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ, കല്യാണി പറയുന്നതിലും കാര്യമുണ്ട് സരയു. കാരണം മനോഹറിനോട് ഇനി വെറുപ്പ് കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. മനോഹർ ശരിക്കും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മനോഹറിൻ്റെ ലൈഫിൽ നിങ്ങളൊരു ഭാഗമാകണമെന്നൊക്കെ ഇങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിനോട് സംസാരിച്ചായിരുന്നു, മനോഹറിനോട് ദേഷ്യം കാണിക്കരുത്, മനോഹറിനെ സ്നേഹിക്കണം എന്നൊക്കെയാണ് കല്യാണി എന്നോട് പറഞ്ഞത്. കല്യാണി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആൻറ്റി. അതുകൊണ്ട് തന്നെ മനോഹറിനോട് എനിക്ക് ദേഷ്യവും ഇല്ല, വെറുപ്പില്ല, എന്നാൽ സ്നേഹവും ഇല്ല. പക്ഷേ ഇനി അവനോട് ഞാനങ്ങനെ അവഗണനയൊന്നും കാണിക്കാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാകുന്നതായിരിക്കില്ല നല്ലത്. സരയു ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലും മനോഹറും അങ്ങനെ മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറയരുത് ആൻറ്റി, ഒന്നിക്കതിനെ കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാനൊന്നും സാധിക്കില്ല. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മനോഹറിനോടുള്ള ദേഷ്യം മാറ്റണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മനോഹറിനോടുള്ള ദേഷ്യം ഞാൻ മാറ്റിയിരിക്കുന്നു. ഇനി കുഞ്ഞിനെ കാണണമെങ്കിൽ അവന് കാണുകയും ചെയ്യാം. പിന്നെ എനിക്ക് എതിർപ്പൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിനെ നിങ്ങൾക്ക് കൊണ്ട് മനോഹറിനെ കാണിക്കണമെങ്കിൽ നിങ്ങൾ കൊണ്ട് കാണിച്ചോളൂ. ഞാനതിൽ എതിർപ്പൊന്നും കാണിക്കത്തൊന്നുമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സരയുവിൻ്റെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരാകെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് പറയുന്നത്, സരയു തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് വരെ ചിന്തിച്ചു പോവുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ സരയു പറയാണ്, എൻ്റെ ഈ വാക്കിൽ വിശ്വസിക്കുക. കാരണം കിരണും കല്യാണിയും പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം അവരെ രണ്ടുപേരുമാണ് എനിക്ക് നല്ലൊരു ജീവിതം തന്നിരിക്കുന്നത്. അപ്പോൾ അവരെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് യാതൊരു പ്രവൃത്തിയും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇടഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ ഈ ഒരു മാറ്റത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ മനോഹർ ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരാളെയാണ് കൊന്നത്, ഗംഗാപ്രസാദിനെ. ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. അവനെ ഞങ്ങൾക്ക് കൈവിടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് എന്ന് പറയണം. മനസ്സിലായി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഗംഗാപ്രസാദിനെ പോലുള്ള ഒരാളെ നിങ്ങളെല്ലാവരും പേടിച്ച് ഇരിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ. ആ സമയത്താണ് മനോഹർ അവനെ കൊന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മനോഹറിനോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല എന്നും പറയാണ്. പക്ഷേ അവനോടുള്ള ഒത്തൊരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ പറയാനായിട്ട് നിൽക്കരുത്, അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നും പറയണം. ശരി, ഇത്രയും കേട്ടല്ലോ, അതിനെ വളരെയേറെ സന്തോഷം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു നേരെ ഇറങ്ങുക. സരയു ഇറങ്ങുമ്പോഴും സരയുവിൻ്റെ മനസ്സിൽ ഭയങ്കര അരിശയാണ്. കാരണം എങ്ങനെയെങ്കിലും മനോഹറിനോടുള്ള ആ ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹിക്കുന്ന രീതിയിൽ തന്നെ അഭിനയിക്കണം. എന്നാൽ മാത്രമേ എല്ലാവരും തന്നെ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ മനോഹറിനെ കൊല്ലാനായിട്ട് സാധിക്കുള്ളൂ എന്ന് സരയുവിന് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ സരയു പോയി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയും കാർത്തികയും കൂടി സംസാരിക്കുകയാണ്. എന്തായാലും സരയുവിൻ്റെ മനസ്സ് മാറിയല്ലോ. ഇനി അവനോടുള്ള ശത്രുതയെല്ലാം മാറിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനി കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും കാണിക്കാമല്ലോ. ആ ഒരു പ്രശ്നം അവിടെ സോൾവായി. സരയുവിൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ കിരണാണെങ്കിൽ ഓഫീസിൽ എന്തൊക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സരയു കയറി ചെല്ലുകയാണ്. സരയു കിരണിനെ കണ്ടുകഴിഞ്ഞപ്പോഴേ കുറച്ച് അരിശമൊക്കെ ഉണ്ട്. കാരണം സരയുവിൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. കാരണം കുഞ്ഞിനെ കൊണ്ട് ഇടക്കിടക്ക് ഇവൻ കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം സരയുടെ മനസ്സിലുണ്ട്. അപ്പോൾ സരയുനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ സരയു കയറിവാ ഇരിക്കും സരയു എന്നൊക്കെ പറയുകയാണ്. എന്താ സരയു, കല്യാണിയെ പോയി കണ്ടോ, സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും കല്യാണിയെയും കണ്ട് സംസാരിച്ചു. പിന്നെ കാർത്തികയുടെ അമ്മയൊക്കെ കണ്ടു. അവരൊക്കെ എന്നോട് ഓരോരോ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, മനോഹരനോടുള്ള ദേഷ്യം അവസാനിപ്പിക്കണം എന്നൊക്കെ. അതുതന്നെയാണ് സരയു എനിക്കും പറയാനുള്ളത്. നീ മനോഹറിനോട് ദേഷ്യം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം മനോഹർ ശരിക്കും മാറിക്കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സരയു നിന്നോടും ദേഷ്യമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് പറയുന്നത്. നീ പിന്നെ എന്തിനാ ദേഷ്യം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണേ. ഇല്ല കിരൺ, എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല. അവർ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് മനോഹറിനോട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ അവനുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതം മാത്രം കിരണേ നിങ്ങൾ പറയരുത്. കാരണം ആ ഒരു മാനസികാവസ്ഥയിലെടുക്ക് ഞാൻ വളർന്നിട്ടില്ല. ഇനി
മനോഹരനെ കാണാനായിട്ട് പോകണമെങ്കിൽ പോകാം, അവനെ കണ്ട് സംസാരിക്കാം, എനിക്ക് അവനോട് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാണ്. കാരണം നിങ്ങളിൽ നിന്ന് എല്ലാവരും അവനെ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയല്ലേ. ആ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ അങ്ങോട്ട് ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴും നിങ്ങളെ കൊല്ലാൻ വേണ്ടി കൊലവിളി നടക്കുമ്പോഴും മനോഹരല്ലേ രക്ഷിച്ചത്. ആ ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും ഉണ്ടാകും. നിങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ സരയു മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരൺ ഒരുപാട് സന്തോഷം തോന്നുന്നു. സരയു, നീ പറയുന്നത് സത്യം തന്നെയാണോ സരയു എന്ന് ചോദിക്കണം. ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ ഇനി അവനായിട്ട് യാതൊരു പ്രശ്നത്തിനുമില്ല, ഇനി ഒരു പ്രശ്നത്തിന് പോകത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. അത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ അവൻ ഇനി ഇറങ്ങാനായിട്ട് എത്ര ഇതാവും. ഇനിയിപ്പോൾ ഗംഗാപ്രസാദിനെ കൊന്നതുകൊണ്ട് 10-25 വർഷക്കാലം അവൻ ശിക്ഷിക്കപ്പെടുമല്ലേ. തീർച്ചയായിട്ടും അവൻ 10-25 വർഷക്കാലം ശിക്ഷിക്കപ്പെടും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും പരോളിന് ഇറങ്ങും. ആ സമയത്തൊന്ന് കുഞ്ഞിനെ കാണിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ കുഞ്ഞിനെ കാണിക്കുക തന്നെ ചെയ്യും കിരൺ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ സരയു അവിടെ നിന്ന് ഇറങ്ങുക. സരയുവിന് കാലി സഹിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞപ്പോഴേക്കും സരയു ആകെ വെറി കൊണ്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സരയു മനസ്സിന്തിക്കുകയാണ്, ഏതായാലും കിരണിനെയും കല്യാണിയൊക്കെ ഒന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നിർത്തണം. കിരണിൻ്റെ മനസ്സിൽ ഞാനെന്നുള്ളൊരു കരടുണ്ടായിരുന്നു. എൻ്റെ സ്വഭാവം മോശമാണെന്ന് അവൻ തിരിച്ചറിയാനായിട്ട് പാടില്ല. എന്നെക്കുറിച്ചുള്ള ഒരു കരടും അവൻ്റെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മാറണം. അവന് വേണ്ടി തന്നെ ഒരുപാട് മാറണം. അവനെ വിശ്വസിപ്പിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ പക്ഷത്തേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ സരയു ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് നേരെ സരയു മനോഹരനെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ മനോഹരാണെങ്കിൽ വീണ്ടും സരയുവിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കും. ഇനി ഇവൾ എന്തൊക്കെയാണോ പറയാനായിട്ട് പോകുന്നത്, ഇവിടെ വന്ന് തല്ലുപിടിക്കാനുള്ള പരിപാടിയാണോ ഇവൾ ചെയ്തു കൂട്ടാനായിട്ട് പോകുന്നത് എന്നുവരെ മനോഹർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സരയു മനോഹരനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ഭയങ്കരമായിട്ട് അരിശം നിൽക്കുകയാണ്. പക്ഷെ ആ അരിശമൊന്നും മുഖത്ത് കാണിക്കാതെ മനോഹരൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഞാൻ തല്ലുപിടിക്കാനോ വഴക്കുണ്ടാക്കാനോ വേണ്ടിയൊന്നും അല്ല വന്നത്, സമാധാനപരമായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. നീ വലിയൊരു കാര്യമാണല്ലോ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ഗംഗാപ്രസാദിനെ കൊന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നിന്നോട് ഭയങ്കര അനുകമ്പയാണ്, സ്നേഹമാണ്. ആ സ്നേഹമൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൂടുതലൊന്നും എതിർത്ത് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ട് അരിശവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗംഗാപ്രസാദിനെ കൊന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് എൻ്റെ ദൈവത്തെ പോലെയാണ് കിരൺ. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് അനുസരിച്ചേ മതിയാവുള്ളൂ. കിരൺ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ എതിർത്ത് സംസാരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ നിന്നെ കാണണമെന്നും നിന്നോടുള്ള വഴക്കെല്ലാം മാറ്റണമെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. നിനക്കിനി കുഞ്ഞിനെ കാണണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. നിനക്ക് എപ്പോൾ പരവുള്ള കിട്ടിയാലും കുഞ്ഞിനെ കാണാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം. അത്രയും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനോഹറിനോട് തുറന്നു പറഞ്ഞപ്പോഴേക്കും മനോഹർ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. സന്തോഷമായി, എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പിന്നെ സരയു, എൻ്റെ മനസ്സിന് ഇത്രയും സ്വാധീനിച്ച ഒരു പെണ്ണുണ്ടായിട്ടില്ല, എന്നെ ഇത്രയും സ്നേഹിച്ചൊരു പെണ്ണുണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ആ പെണ്ണുങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്നിട്ട് പോലുമില്ല. പക്ഷെ സരയു, നിന്നോടുള്ള ആ ഇഷ്ടം എനിക്ക് പറഞ്ഞറിയിക്കാൻ പാടുന്നൊരു ഇഷ്ടം തന്നെയാണ്. പിന്നെ എൻ്റെ മോളും അതേപോലെ തന്നെ എന്നെ സ്വാധീനിച്ചു എന്ന് പറയാം. ഇത് കേട്ട് സരയുവിന് കലി വരികണം. സരയു ആണെങ്കിൽ വേണ്ട, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാൻ താല്പര്യമില്ല, അതിനെക്കുറിച്ച് എന്നോട് പറയുകയും വേണ്ട. എനിക്കിനിപ്പോൾ നിന്നോടടുത്തുള്ള ജീവിതമൊന്നും അതൊന്നും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പിന്നെ അവരുടെ ആഗ്രഹം പോലെ തന്നെ നിൻ്റെയോ ആഗ്രഹം പോലെ തന്നെ കുഞ്ഞിനെ കാണണമെന്നാണെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം. അത്രയും മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു കാര്യവും എന്നോട് കൂടുതൽ ചോദിക്കാനായിട്ട് നിൽക്കരുതെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ഇങ്ങനെ കരയാമാണ്. മനോഹർ ഇങ്ങനെ കണ്ണീരെല്ലാം തുടച്ചിട്ട് പറയണം, മതി, എനിക്ക് അത്രയും മാത്രം മതി. എൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആ ഒരു അനുമതി മാത്രം നീ എനിക്ക് തന്നാൽ മതി. ഇതിൽ പറയാൻ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല സരയു എന്നൊക്കെ സരയുവിനോട് തുറന്നടിച്ച് പറയണം. എന്നാൽ ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ സരയു ഇറങ്ങിക്കഴിയുമ്പോഴും ആകെ വാശി കൊണ്ട് നിൽക്കുക, നീ പരോളിന് ഇറങ്ങടാ, നീ പരോളിന് ഇറങ്ങുമ്പോൾ നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞാൽ മാത്രമേ നിന്നെ കൊല്ലാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ. അവനോടടുത്തുള്ള ജീവിതം, എൻ്റെ കുഞ്ഞിനെ നിനക്ക് കാണണം അല്ലേ, നിന്നെ ഇപ്പം കാണിച്ചു തരാടാ എന്നൊരു വാശിയോട് കൂടി തന്നെയാണ് നമ്മുടെ സരയു നിൽക്കുന്നത്. അങ്ങനെ സരയു വണ്ടി കയറി നേരെ വീണ്ടും ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിരൺ അവിടെ നിന്ന് വീണ്ടും വർക്ക് ചെയ്യുകയായിരുന്നു. ഇവൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നെരിച്ചില്ല. നീ വന്നോ, വാ സരയു, വന്നിരിക്കും സരയു എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ കിരണെ, നീ പറഞ്ഞതുപോലെ തന്നെ മനോഹറിനെ ഞാൻ ജയിലിൽ പോയി കണ്ടു എന്ന് പറയണം. ആഹാ,
ഒരുപാട് സന്തോഷമായി. എന്നിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ അവനോട് പറഞ്ഞായിരുന്നു. എപ്പോൾ പരോളിലിറങ്ങിയാലും കുഞ്ഞിനെ കാണിക്കാനുള്ള അനുമതിയൊക്കെ ഞാൻ തന്നേക്കാം, അതിനുള്ള സാഹചര്യമൊക്കെ ഞാൻ ഒരുക്കി തന്നേക്കാം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും നീ അങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ച് കാണും. സരി, നിൻ്റെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം അവനൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, എനിക്കും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. പിന്നെ കിരണേ, ഞാൻ കിരണോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഇനി കുഞ്ഞിനെ കൊണ്ട് മനോഹരനെ കാണിക്കില്ല എന്നൊക്കെ. അതിനുശേഷം നീ എപ്പോഴെങ്കിലും മനോഹരനെ കൊണ്ട് കാണിച്ചായിരുന്നോ? അപ്പോൾ കിരണാണെങ്കിൽ ഇല്ല, ഞാൻ മനോഹരനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ടേ ഇല്ല. അവന് വന്ന ലെറ്റർ പോലും ഞങ്ങൾ ചവറ്റുകുട്ടയിൽ ഇടുകയാണ് ചെയ്തത്. എൻ്റെ അച്ഛനും അമ്മയും പോലെ ഒക്കെ ദൃഢമായ ഒരു ഇതിലായിരുന്നു, ആ കുഞ്ഞിനെ കൊണ്ട് ഇനി മനോഹരനെ കാണിക്കരുത്, അവനായിട്ടുള്ള യാതൊരു ബന്ധവും പാടില്ലെന്നൊക്കെ. കാരണം നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ഉപദേശിച്ചത്. അതിനെ തുടർന്ന് ഇതുവരെയായിട്ടും അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. ആണല്ലേ? പക്ഷേ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ കിരൺ, ഈ മനോഹറിനെ മനോഹർ ഗംഗാപ്രസാദിനെ കൊന്നല്ലോ, അതിനുശേഷം എപ്പോഴെങ്കിലും കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ കാണിച്ചായിരുന്നു? ഇത് കേട്ട കിരണാണെങ്കിലും ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. അത് പിന്നെ സരയൂ, നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, ഞാൻ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചായിരുന്നു. ഇത് കേട്ട് സോറിയോ ദേഷ്യം വന്ന് മനസ്സിൽ പകയുടെ നിൽക്കുകയാണ്. അത് പിന്നെ ആ നിമിഷത്തിലേ മനോഹരൻ കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഇത്രയും സഹായമൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ട് എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിച്ചില്ല. അപ്പം ഞാനും കല്യാണിയും കൂടി മനോഹരനെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ലോക്കപ്പിലേക്ക് അങ്ങോട്ട് ചെന്നത് കാണിക്കാനായിട്ട്. അപ്പോഴാണ് നീ വരുന്നത്. നിന്നെ ഒളിപ്പിച്ച് കുഞ്ഞിനെ ഞാൻ വേറെ സ്ഥലത്ത് നിർത്തുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് നീ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നീ പൊട്ടിത്തെറിക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നിന്നെ മറച്ചു വെച്ചത്. ഓ ആണല്ലേ? പക്ഷേ സരയു, ഇപ്പം നിനക്ക് മനോഹരനോട് ഒട്ടും അരിശമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ മനോഹരനെ കുറിച്ച് പറയുമ്പോൾ നീ ഇവിടെ കിടന്നതിനോട് ചൂടാവുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ നിനക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മനസ്സിലായി. കിരൺ പറഞ്ഞ സത്യം തന്നെയാ, എനിക്കിപ്പോൾ മനോഹരനോട് അരിശമൊന്നുമില്ല, പക്ഷേ ഇഷ്ടവും ഇല്ല കിരൺ എന്ന് പറയുകയാണ്. എന്തിനാണ് അവനോട് അരിശം വെച്ച് നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ മനോഹർ, കുഞ്ഞിനൊരു സ്വന്തമായിട്ടൊരു അച്ഛനെ വേണം, അത് മനോഹർ തന്നെയാണ്. അല്ലെങ്കിൽ കൊച്ചിന് ഭയങ്കര സങ്കടമാവില്ലേ? എന്തിനാണ് അവളിങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? പക്ഷേ കിരൺ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോഴും തൻ്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിന് സങ്കടം ഉണ്ടാവില്ലേ? നീ പറഞ്ഞ സത്യം തന്നെയാണ് സരയു. ഏതൊരു മക്കൾക്കും തൻ്റെ അച്ഛൻ ജയിൽ പുള്ളിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്ക് സങ്കടമൊക്കെ ആകും. പക്ഷേ അറിയണ്ട, കുഞ്ഞിനെ കാണിക്കാൻ പോകുമ്പോൾ അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയാൽ മതി. പിന്നെ അതിനുശേഷം കുഞ്ഞിനൊരു 10-12 വയസ്സാവില്ലേ, ആ സമയത്ത് കുഞ്ഞിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. അപ്പോഴേക്ക് മനോഹർ ജയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക തന്നെ ചെയ്യും. പിന്നെ അവനൊക്കെ വാർദ്ധക്യം ബാധിക്കും സരയു, നിനക്കും വാർദ്ധക്യം ബാധിക്കും. അപ്പം എങ്ങനെയാണ് സരയു ആ ഒരു ഇതില്ലാണ്ടിരിക്കുന്നത്? പിന്നെ വാശിയും ദേഷ്യമൊക്കെ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. അതേടാ, എൻ്റെ മനസ്സിന് വാർദ്ധക്യം ബാധിച്ചാലും എൻ്റെ ശരീരത്തിന് വാർദ്ധക്യം ബാധിച്ചാലും അവനോടുള്ള അരിശം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടു മാറില്ലടാ എന്നൊക്കെ ഇങ്ങനെ സര ഇങ്ങനെ ചിന്തിക്കണം. എന്താ സരയു നീ എന്തെങ്കിലും ചിന്തിക്കുന്നത്? ഒന്നുമില്ല കിരൺ, നീ പറഞ്ഞൊക്കെ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അത് തന്നെയാണ് മഹാഭാഗ്യം. ഇനി അഥവാ നമ്മൾ രണ്ടുപേരും മനോഹറിനെ വെറുത്താലും കല്യാണിയും കാർത്തികയും ലക്ഷ്മി ആൻറ്റി ഒന്നും അവനെ വെറുക്കാനായിട്ട് പോകുന്നില്ല. അത്രയും വലിയൊരു ഉപകാരമാണ് മനോഹർ അവർക്ക് വേണ്ടിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളായിട്ട് മാറി നിന്നിട്ടൊന്നും വലിയ കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയടാ, എനിക്ക് മനസ്സിലായടാ, ഇനി നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം. എന്താ അതുപോലെ മതി, അത്രയും മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സരയു അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ നേരെ കിരണേ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത്? അത് മനോഹറിൻ്റെ കത്തുകളൊക്കെ വരുമല്ലോ, ആ സമയത്ത് കത്തുകൾ ഇനി കത്തിച്ചൊന്നും കളയണ്ട, അതിനുള്ള അത് വായിച്ച് മറുപടിയൊക്കെ കൊടുത്തോ. പക്ഷേ ആ കത്ത് വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് കാണിക്കണം കിരണേ എന്ന് പറയണം. തീർച്ചയായിട്ടും സരയു, എനിക്ക് സന്തോഷമായി. ഇനി കത്തൊക്കെ വരുമ്പോൾ നിന്നെയും കാണിച്ചോളാം. ഇനിയിപ്പോൾ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ലല്ലോ, ആ ഒരു വിശ്വാസം ഞങ്ങളുടെ മനസ്സിലുണ്ടെന്നൊക്കെ കിരൺ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം തന്നെ. നമസ്കാരം. Thank you. See you. Bye-bye.